Next is Einstein's photoelectric equation. അപ്പോൾ നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് പഠിച്ചു. ഇനി എന്താണ് ഐൻസ്റ്റീൻസ് ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ഇതൊരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സാണ്. ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ഇൻസിഡന്റ് ഓഫ് ഫോട്ടോൺസ് ആൻഡ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ ഇന്റൻസിറ്റി the current liberated or number of electrons liberated from the metal surface is directly proportional to the intensity of light. The velocity and kinetic energy of the electrons, liberated electrons, is directly proportional to the frequency, and it is independent of intensity. And next, the minimum energy or frequency required to liberate the electron from the metal surface is known as threshold frequency. Minimum frequency of a photon required to liberate an electron from the surface of a metal is known as threshold frequency. So threshold frequency അതിന് കൂടുതലുള്ള എനർജി വന്ന് ഇടിച്ചാൽ മാത്രമേ അത് ലിബറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഐൻസ്റ്റീന് നോബൽ പ്രൈസ് കിട്ടിയത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞത് എങ്ങനെയാണ്? വെൻ എ ഫോട്ടോൺ എനർജി hν falls on a metal surface, the energy of photon is absorbed by the electron and is used in two ways. അപ്പോൾ ഫോട്ടോൺ വന്ന് ഇടിക്കുമ്പോൾ ആ എനർജി രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ജസ്റ്റ് അത് ലിബറേറ്റ് ചെയ്യാൻ, ഒരു കുറച്ച് എനർജി ആ ഇലക്ട്രോൺസ് അതിന്റെ മെറ്റൽ സർഫസിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ബാക്കിയുള്ള എനർജി അതിൽ മൂവ് ചെയ്യാൻ, കൈനറ്റിക് എനർജി ആയിട്ട് മൂവ് ചെയ്യാൻ. അങ്ങനെ രണ്ട് കാര്യത്തിനാണ് ഉപയോഗിക്കുക. ഈ ജസ്റ്റ് ലിബറേറ്റ് ചെയ്യാൻ, മിനിമം എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി സർഫസ് ഓഫ് ദി മെറ്റൽ ഈസ് നോൺ ആസ് വർക്ക് ഫംഗ്ഷൻ. ജസ്റ്റ് ഒന്ന് ലിബറേറ്റ് ചെയ്യാൻ വേണ്ട എനർജിനെയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പൊ ടോട്ടൽ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി രണ്ടെണ്ണമായിട്ട് മാറും, രണ്ടെണ്ണത്തിനായിട്ട് ഉപയോഗിക്കും. ഒന്ന് ലിബറേറ്റ് ചെയ്യാം, വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി, അങ്ങനെയാണ് വരിക. അപ്പോൾ ഫസ്റ്റ് പാർട്ട്, എ പാർട്ട് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ടു ഓവർകം ദി സർഫസ് ബാരിയർ ആൻഡ് കം ഔട്ട് ഓഫ് ദി മെറ്റൽ സർഫസ്. ദി പാർട്ട് ഓഫ് എനർജി ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. സോ ഫൈ ഈക്വൽ ടു ഫൈ എന്നാണ് ഉപയോഗിക്കുക, hν0. അപ്പൊ µ0 ഇസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുള്ള ഈ കറസ്പോണ്ടിങ് എനർജി ജസ്റ്റ് അതിനെ ലിബറേറ്റ് ചെയ്യാം. ലിബറേറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുള്ളൂ. പിന്നെ അതിന് മൂവ് ചെയ്യണമെങ്കിൽ വേറെ കൈനറ്റിക് എനർജി വേണം. ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി എനർജി ഈസ് യൂസ്ഡ് ടു ഗിവ് എ വെലോസിറ്റി v to the emitted photoelectron. This is equal to the maximum kinetic energy of the photoelectron, that is half mv max square, where m is the mass of the photoelectron. According to the law of conservation of energy, hν is equal to 5 plus half mv square max. അപ്പൊ ഇത് നമ്മൾ ഇൻസിഡന്റ് ചെയ്ത ഫോട്ടോണിന്റെ എനർജി hν ആണെങ്കിൽ അത് എന്തായാലും 5 വർക്ക് ഫംഗ്ഷൻ, ജസ്റ്റ് ലിബറേറ്റ് ചെയ്യുക. ബാക്കിയുള്ള എനർജി അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അതാണ് ഹാഫ് mv സ്ക്വയർ മാക്സ്. അപ്പൊ ഈ വി മാക്സ് എന്ന് പറയുന്നതാണ് മാക്സിമം വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ ഈ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ എനർജി കൂട്ടിക്കഴിഞ്ഞാൽ ഈ കൈനറ്റിക് എനർജി കൂടി വരും. സോ hν is equal to 5 നമുക്കറിയാം, hν0 ത്രെഷോൾഡ് എനർജിയാണ്. അപ്പൊ സോ hν is equal to hν0 plus half mv square max. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഹാഫ് mv square max is equal to ഈ ടേം ഇപ്പുറത്തി ഉണ്ടായാൽ മതി. അപ്പൊ h equal to ഹാഫ് mv square max equal to h into ν minus µ0. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ലിബറേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് h into ν minus µ0. ν is the frequency of incident photon, µ0 is the threshold frequency. Appo ν minus µ0 is the difference between the frequency of incident photon and threshold photon multiplied by Planck's constant will give the kinetic energy of liberated electron. അപ്പൊ ഇതാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പൊ അതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. സോ the energy of incident photon is divided to two portions, and first portion is used to just liberate an electron from the surface of the metal, which is known as work function, and the remaining energy is used for the kinetic energy of an electron. So the kinetic energy of electron is nothing but h into ν minus µ0. ഇതാണ്
ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ 1905 ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ പ്രൈസ് നേടിക്കൊടുത്തത് ഈ എക്സ്പ്ലനേഷനാണ്. നമ്മളൊന്നും കൂടി ഇവിടെ എഴുതിയെന്ന് മാത്രം. h=5, ഈ 5 എന്ന് പറയുന്നതാണ് h(nu0) half mv max square, which is equal to h(nu0) half mv square max, or kinetic energy is equal to h into nu minus nu0. അത് നമുക്ക് വേണമെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ടേംസിലേക്ക് ആക്കാം. അപ്പൊ നമുക്കറിയാം ഐൻസ്റ്റീൻസ് ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് h(nu0) plus half mv square, where v is the maximum velocity. അപ്പൊ നമുക്ക് ന്യൂക്ക് പകരം c by lambda കൊടുക്കുക. അപ്പൊ ഈ ഇക്വേഷൻ ലാംഡയുടെ ടേംസിലാവും. സോ h is equal to h എന്ന് പറയുന്നതിന് c by lambda 0 plus half mv square, where lambda is known as threshold wavelength, അല്ലെ? Where lambda 0 and lambda are the threshold wavelength and wavelength of incident radiation respectively. അപ്പൊ നമുക്കിത് ഫ്രീക്വൻസിയുടെ ടേമിൽ എഴുതാം, വേവ് ലെങ്ത്തിന്റെ ടേമിൽ എഴുതാം. അതാണ് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി അത് എനർജിയുടെ ടേമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പൊ h(nu) is equal to നമുക്കറിയാം h(nu0) plus half mv square. അപ്പൊ നമ്മൾ കൈനറ്റിക് എനർജി മാത്രം എഴുതുകയാണെങ്കിൽ half mv square equal to h into nu minus nu0. അപ്പൊ ഇതിൽ നിന്ന് വെലോസിറ്റി മാത്രം നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ m ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 2 അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ 2h nu v square equal to 2h nu minus nu0 by m. അത് v ആണെങ്കിൽ അതിന്റെ റൂട്ട് എടുത്താൽ മതി. സോ 2h into nu minus nu0 by m. ഇതാണ് മാക്സിമം വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് എനർജി, അല്ലെ? റൂട്ട് ഓഫ് 2h nu minus nu0 by m. അപ്പൊ ഈ h ഇതിന്റെ ഉള്ളിലേക്ക് കൊടുത്താൽ h2 minus h(nu0) എന്ന് വരും. അപ്പൊ h(nu) എന്ന് പറയുന്നത് എനർജി ഓഫ് ഫോട്ടോൺസും h(nu0) എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ ആണ്. നമുക്ക് അതിന്റെ ടേംസിൽ വേണമെങ്കിൽ എഴുതാം. സോ റൂട്ട് ഓഫ് 2 into e minus 5 by m, where 5 is the work function, e is the energy of incident photon, m is the mass of the electron. So e and 5 are the energy of photon and the work function of the material. Then the velocity of ejected photon also can be represented as v equal to root of 2 into e minus 5 divided by m, where e is the energy of the incident photon, 5 is the work function, and m is the mass of the electron. അപ്പൊ നമ്മൾ എന്തിന്റെയൊക്കെ ടേംസിൽ എഴുതി? ഫ്രീക്വൻസിയുടെ ടേംസിൽ എഴുതി, വേവ് ലെങ്ത്തിന്റെ ടേംസിൽ എഴുതി, അതുപോലെ നമ്മൾ എനർജിന്റെയും വർക്ക് ഫംഗ്ഷന്റെ ടേംസിലും എഴുതി. ഈ എല്ലാ ടേംസിലും എഴുതാനും നമ്മൾ പഠിക്കണം.